അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ മാസത്തിലെ 5 കള്ളന്മാരെ നമുക്ക് പിടികൂടിയാലോ? ഈ റമളാൻ മാസത്തിലെ അവർ നമ്മളെ വീട്ടിലെ സ്വർണവും പണവും ഒന്നുമല്ല കേട്ടോ കട്ടെടുക്കുന്നത്. നമ്മളുടെ സ്വർഗമാകുന്ന പവിത്രമാക്കപ്പെട്ട ഭവനമാണ് നമ്മളിൽ നിന്നും കട്ടെടുക്കുന്നത്. ഏതൊക്കെയാണ് ഈ 5 കള്ളന്മാരെന്ന് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതിനെതിരെ നമ്മൾ പോരാടുകയും ചെയ്യണം. ഒന്നാമത്തെ കള്ളൻ, നമ്മൾ റമളാനിനെ ഒരു പവിത്രമാക്കപ്പെട്ട മാസമായി കണക്കാക്കാതെ അതിനെ പലതരത്തിലുള്ള പലഹാരങ്ങളുണ്ടാക്കി പലതരത്തിലുള്ള വെറൈറ്റികളുണ്ടാക്കി പരീക്ഷിക്കുന്ന ഒരു മാസമാക്കി മാറ്റുന്നു. ഉമ്മ പെങ്ങന്മാർ അടുക്കളയിൽ പലതരത്തിലുള്ള പലഹാരങ്ങളുണ്ടാക്കി ഒരു മാസം തള്ളി നീക്കി കളയുന്നു. വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഉമ്മ പെങ്ങന്മാർ അവരുടെ സമയം അടുക്കളയിൽ ചെലവഴിച്ച് കളയുന്നു. നോമ്പ് തുറക്ക് നമ്മൾ ഇത്രത്തോളം തിന്നുന്നു എന്ന് വെച്ചാൽ ഇഷായിനും തറാവിഹിക്കും നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്നു. നിസ്കരിക്കാൻ പറ്റാതെ അലസതയോടുകൂടി നമുക്ക് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ഭക്ഷണം കഴിച്ചതാണ് ഒന്നാമത്തെ കള്ളൻ. രണ്ടാമത്തെ കള്ളൻ സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ റമളാൻ മാസത്തിലെ വിലപ്പെട്ട സമയം ഇബാദത്തിന് ചെലവഴിക്കാതെ എന്തോ ഒരു പേരിന് ഇബാദത്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് ഹറാമായിട്ടുള്ള കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ തോണ്ടി അവൻ്റെ സമയം അവൻ നഷ്ടപ്പെടുത്തി കളയുന്നു. നോമ്പ് എന്ന് പറയുന്നത് വയറിന് മാത്രമല്ല, കണ്ണിനും കാതിനും കൈക്കും എല്ലാം നോമ്പാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം നമ്മളുടെ സമാധാനത്തെ ഇല്ലാതാക്കി കളയുന്നു. ഹൈറായത് മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക, ഇബാദത്തുകൾക്ക് ശേഷം മാത്രം. അതാണ് രണ്ടാമത്തെ കള്ളൻ. മൂന്നാമത്തെ കള്ളൻ, നോമ്പ് പിടിച്ച് ദേഷ്യവും വഴക്കും വീട്ടിൽ ഭാര്യയോടും ഭർത്താവിനോടും അമ്മായിയമ്മയോടും മരുമോളോടും പരസ്പരം തല്ലും വഴക്കും കൂടിയാൽ ആ നോമ്പ് ഒരു സാധുവാകുന്ന കാര്യമല്ല. അള്ളാഹു താലക്ക് അങ്ങനെയുള്ള നോമ്പിൻ്റെ ഒരു ആവശ്യവുമില്ല. ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ള ഒരു നോമ്പ് അള്ളാഹു താലക്ക് വേണ്ട. റമളാൻ എന്ന് പറയുന്നത് സമാധാനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത് സമാധാനമാണ്. ആ സമാധാനമില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കുന്നതുകൊണ്ട് അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ല. മനസ്സിലായില്ലേ? ഈ ദേഷ്യം എന്ന് പറയുന്ന കാര്യം നമ്മുടെ നോമ്പിൻ്റെ പ്രകാശത്തെ ഇല്ലാതാക്കി കളയും. അപ്പോൾ ദേഷ്യം എടുത്ത് ഒഴിവാക്കി കളയുക. നാലാമത്തെ കള്ളൻ ഷോർട്ട് കട്ട് കള്ളനാണ്. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോയിട്ട് കിടന്നുറങ്ങുക. പിന്നെ ളുഹറിനോ അസറിനോ മഗ്‌രിബിനോ എണീക്കുക. ഇതുകൊണ്ട് എന്താ കാര്യം? നോമ്പിന് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിൻ്റെ ക്ഷീണം മാറ്റാനുള്ളതല്ല ഉറക്കം. നോമ്പ് എന്ന് പറയുന്ന ക്ഷീണം അറിഞ്ഞ് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. അല്ലാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നോമ്പിൻ്റെ ഒരു നന്മയും നമുക്ക് കിട്ടൂല. നമ്മൾ നോമ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. ഉറങ്ങിയാൽ സമയം തീരും, പക്ഷെ എന്താവില്ല, നന്മ കിട്ടൂല കേട്ടോ. നോമ്പിൻ്റെ ഒരു നന്മയും കിട്ടൂല കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ. നമുക്ക് അഞ്ചാമത്തെ കള്ളനെ നോക്കാം. നോമ്പ് തുറയുടെ മുമ്പുള്ള 10 മിനിറ്റ് അള്ളാഹു താല നമ്മുടെ ദുആ സ്വീകരിക്കുന്ന സമയമാണ്. ആ സമയത്ത് കാണാൻ നമ്മളെ ഉമ്മ പെങ്ങന്മാർ അടുക്കളയിൽ കിടന്നിട്ട് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ചിലവാക്കുന്നു. ഒരു പക്ഷേ ഇപ്രാവശ്യം കുറേ ഉമ്മമാർ പലതരത്തിലുള്ള ആളുകളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നേരത്തെ വന്നിട്ടുണ്ടാവും. എന്നാലും ചില ഉമ്മ പെങ്ങന്മാർ അടുക്കളയിൽ കിടന്നിട്ട് സമയം ചിലവാക്കുന്നു. വീട്ടിലെ കുട്ടികളും ആൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും, മൊബൈൽ ഫോണിൽ ഭക്ഷണം ഉണ്ടാക്കിയ സാധനങ്ങൾ എടുത്തിട്ട് സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ഇടുക. എന്നിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെക്കുക. മറ്റുള്ളവർ കാണട്ടെ നമുക്ക് ഇത്ര ഭക്ഷണം ഉണ്ടാക്കി, ഇത്ര ഭക്ഷണം നമ്മൾ കഴിച്ച്. എന്തിനാണ് മക്കളെ അഹങ്കാരം? കൽബിൻ്റെ ഉള്ളിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നമ്മളെ മക്കളെ ആ പട്ടിണി കിടന്ന് മരിക്കുന്ന ദുനിയാവിൻ്റെ പല കോണിലും പട്ടിണി കിടന്ന് മരിക്കുന്ന മക്കളൊന്ന് ചിന്തിച്ചാൽ പോരെ. നമ്മളിങ്ങനെ ഭക്ഷണം പലതരത്തിലുണ്ടാക്കി സ്റ്റാറ്റസാക്കി മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള രീതിയിൽ സ്റ്റാറ്റസാക്കി വെക്കുന്നത് എന്തിനാണ്? നമ്മളെ സമാധാനം നമ്മളായിട്ട് തന്നെ കെടുത്തണോ? ബാക്കിയുള്ളവർ കാണുമ്പോൾ നമുക്ക് കണ്ണേറ് ഒക്കെ നമുക്ക് ബാധിക്കുകയാണ്. നമ്മൾ തന്നെ പൈസ കൊടുത്തിട്ട് അടി വാങ്ങുന്ന കാര്യം. അപ്പോൾ എന്താണ്, ആ സമയത്ത് റമളാൻ മാസത്തിൽ ഈ നോമ്പ് തുറൻ്റെ സമയത്ത് ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് കളിക്കുക. ഇബാദത്ത് ചെയ്യാനുള്ള യാതൊരു സമയമില്ല. ആ സമയം എന്നൊക്കെ പറയുന്ന അള്ളാഹു തആല ദുആ സ്വീകരിക്കുന്ന സമയമാണ്. നമ്മളെ പ്രവാസികളായ കുറേ സഹോദരന്മാരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഭയന്ന് പേടിച്ചിട്ട് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നവരൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. കാരണം നമ്മളൊക്കെ ഉമ്മത്തിങ്ങളാണല്ലോ. ഉമ്മത്തിങ്ങളുടെ എല്ലാ വിഷമവും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സന്തോഷം മാത്രം നോക്കരുത്. അങ്ങനെയാണെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇത്രക്ക് വിഷമിക്കൂലായിരുന്നല്ലോ അല്ലേ? അപ്പോൾ എന്താക്കുക, ഇൻഷാ അല്ലാഹ് ഈ 5 കള്ളന്മാരെന്താക്കുക, നിങ്ങൾ പിടികൂടുക. ഈ 5 കള്ളന്മാർ നിങ്ങൾ പിടികൂടി നമ്മളെ വീട്ടിലെ കള്ളന്മാർ ഇന്ന് തന്നെ പിടികൂടുക. എന്നിട്ട് നമ്മൾ ഇബാദത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുക. ഇനി ഏറി വന്ന 1 2
അള്ളാഹു തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് നമുക്ക് ഇനിയും ഒരുപാട് റമളാൻ മാസം നോമ്പ് പിടിക്കുവാനും ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.